സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബട്ടൂരൻ്റെയും ബട്ടർ ചിക്കൻ്റെയും റെസിപ്പി നോക്കിയാലോ? വേഗം നോക്കിക്കോട്ടാ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ തൈര് എടുക്കുക. അതിലേക്ക് സെയിം അളവിൽ 1.5 കപ്പ് വാം മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ഒക്കെ കൂടിയിട്ടിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 കിലോ അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോ അങ്ങനെ അടുപ്പിച്ചിട്ട് ഈ തൈരിലേക്കും പാലിലേക്കും എത്രയാണോ മൈദ ചേരണത് അത്രയും മൈദ എടുത്തിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കട്ടെ. നല്ല ടൈറ്റിൽ വേണ്ട, അത്യാവശ്യം നമ്മളെ കൈ ഇങ്ങനെ ഇതുപോലെ അങ്ങ് അമർന്ന വിധത്തിൽ മതി കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ വെച്ചിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. പരത്തിയിട്ട് നല്ല തിന്നായിട്ട് പരത്തേണ്ട കേട്ടോ. അത്യാവശ്യം കട്ടി തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടാക്കി കൊടുക്കുക. നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്കിഷ്ടം ആ ഒരു ഷേപ്പിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. പക്ഷെ ബട്ടൂര അധികം കാണുന്നത് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബട്ടൂര ഏകദേശം ഇവിടെ പരത്തി ഇതുപോലെ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇട്ടേർക്ക് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് പൊങ്ങി കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ബട്ടൂര കോരി മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് അങ്ങ് 2 വശവും ചോന്നിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറാകുമ്പോൾ തന്നെ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കറി വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 2 kg മേലെ ചിക്കൻ ഉണ്ടാവും. ബോണോട് കൂടി ഉള്ളതും പിന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കോൺഫ്ലോർ, പിന്നെ ഇത്തിരി തൈരും ഒക്കെ കൂടിയിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തെളിച്ച എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റി കൊടുക്കാം. ഏകദേശം അവക്ക് കറക്റ്റായിട്ടുണ്ടാവും. ഇനി വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിൻ്റെ കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അത്യാവശ്യം വലിയ പീസ് ബട്ടറിന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സവാള കട്ടാക്കിയിട്ടും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇതുപോലെ ഏകദേശം ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ തക്കാളി ഉണ്ടല്ലോ, ഒരു 3 തക്കാളി ഇതുപോലെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക്